വീര്യം കുറഞ്ഞ മദ്യത്തിൽ ആരോപണങ്ങൾക്ക് ഇപ്പോഴും നല്ല വീര്യം തന്നെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആരോപണങ്ങൾക്കെല്ലാം നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു. എന്നാൽ ഒരു പ്രശ്നം മാത്രം, പറഞ്ഞ കണക്കുകളിൽ പകുതിയും ആർക്കും മനസ്സിലായില്ല. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കണക്കുകളും ആരോപണങ്ങളും പരസ്പരം കൂട്ടിക്കുഴച്ച് പ്രതിപക്ഷത്തെ പോലും കൺഫ്യൂഷനാക്കി. അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒരു പ്രത്യേകതരം വിശദീകരണമായിരുന്നു വി.ഡി. സതീശന്റേത്. മദ്യം വിൽക്കുന്നതിന് മുന്നോടിയായി നികുതി ഏർപ്പെടുത്തിയതിൽ പിന്നോക്കം പോകാതെയും എന്നാൽ സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും സമവായത്തിന് സാവകാശം തേടിയും ആ സങ്കീർണതയെ മുഖ്യമന്ത്രി നേരിട്ടെന്ന് പറയാതെ വയ്യ. ഒപ്പം ഇത്തരം മദ്യത്തിന് വാതിൽ തുറക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത് LDF സർക്കാരാണെന്ന് രേഖകൾ ഉദ്ധരിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും മദ്യനയത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ അന്തിമ തീരുമാനം. വിവാദ നികുതി നിർദ്ദേശം ധനബില്ലിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യത്തിന് മുഖ്യമന്ത്രി വഴങ്ങാനിടയില്ല. എന്നാൽ എന്തു വേണമെന്ന് ചർച്ച ഉന്നത തലത്തിൽ നടക്കുന്നുണ്ട്. പാർട്ടിയും മുന്നണിയും പച്ചക്കൊടി കാട്ടിയാലേ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തൂ എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. അതിനു മുൻപ് നികുതി ഘടന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിൽ വീഴ്ചയുണ്ടെന്ന് അദ്ദേഹം കരുതുന്നില്ല. വിൽക്കാനാണ് മുന്നണി തീരുമാനമെങ്കിൽ ഇതാകും നികുതി ഘടന എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും കാര്യം വ്യക്തമാണ്. ജൂലൈ 1 നിയമസഭയിൽ വരുന്ന ധനബില്ലിൽ നിന്നും അത് നീക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. പ്രതിപക്ഷം അഴിമതി ആരോപണം വരെ ഉന്നയിച്ച പ്രശ്നത്തിൽ ആക്രമണത്തിനും പ്രതിരോധത്തിനുമായി ദ്വിമുഖ തന്ത്രമാണ് നിയമസഭയിൽ വി.ഡി. സതീശൻ സ്വീകരിച്ചത്. അതായത് വീര്യം കുറഞ്ഞ മദ്യം ഒരു പ്രത്യേക വിഭാഗമായി ക്ലാസിഫൈ ചെയ്ത LDF സർക്കാർ നടപടിയാണ് മുഖ്യമന്ത്രി ആയുധമാക്കിയത്. ബെക്കാടി മദ്യ കമ്പനിയുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാനുള്ള അന്നത്തെ എക്സൈസ് മന്ത്രിയുടെ ഫയലിലെ നിർദ്ദേശം വായിച്ചായിരുന്നു ആരോപണം എതിർപ്പാളയത്തിലേക്ക് തിരിച്ചത്. ഇപ്പോൾ തനിക്ക് എന്തു കിട്ടിയെന്ന മുദ്രാവാക്യത്തിന് അന്ന് എത്ര കിട്ടിയെന്ന ചോദ്യം പരോക്ഷമായി ചോദിച്ചായിരുന്നു പ്രത്യാക്രമണം. പക്ഷേ അപ്പോഴും ഇപ്പോൾ അങ്ങേക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാകുന്നില്ലല്ലോ അതെന്ന് തിരിച്ചു ചോദിക്കാം. അന്ന് പ്രതിഷേധം പരിഗണിച്ച് ഇടത് സർക്കാർ തള്ളിയ ആ അപേക്ഷ ഇന്ന് അങ്ങയുടെ സർക്കാരിനും തള്ളാവുന്നതല്ലേയുള്ളൂ എന്നത് നിസ്സാരമായൊരു ചോദ്യം. മദ്യത്തിന് കൊണ്ടുവന്ന നികുതി നിർദ്ദേശം പിൻവലിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. PM ശ്രീയിലെ ചുവടുമാറ്റവും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പ്ലീഡർ നിയമനം എന്നിവയിൽ വന്ന തിരുത്തലുകൾക്ക് പിന്നാലെ വീണ്ടും ഒരു പിന്നടത്തം സർക്കാർ ദുർബലമാണെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടും. ഇതൊഴിവാക്കാനാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കാഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ UDF എന്നാൽ യൂട്ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണെന്ന പരിഹാസം വന്നു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നുകൂടി യൂട്ടേൺ അടിച്ചാൽ എന്താവുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കോൺഗ്രസിൽ VM സുധീരൻ അടക്കം ഉയർത്തിയ എതിർപ്പ് അവഗണിക്കാനാവുമായിരുന്നില്ല. മദ്യത്തിന്റെ വ്യാപനം കുറയ്ക്കുക, ലഹരിക്ക് അറുതി വരുത്തുകയെന്നാണ് UDF നയം. അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സുധീരൻ ആഞ്ഞടിച്ചു. മദ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ലഹരിയില്ല, മദ്യവും മയക്കുമരുന്നുമെല്ലാം ഒരേ ഗണത്തിൽ പെടുന്നതുമാണെന്നാണ് സുധീരന്റെ നിലപാട്. നികുതി ഘടന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനുള്ള ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. നികുതി നിർദ്ദേശങ്ങൾ ആ നിലയ്ക്ക് മുൻകൂട്ടി ചർച്ച ചെയ്യാറുമില്ല. എന്നാൽ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നതിനാൽ തന്നെ വിശ്വാസത്തിലെടുത്തില്ല എന്ന വികാരം എക്സൈസ് മന്ത്രി M. ലിജുവിനുണ്ട്. വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും മദ്യം തന്നെയാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഈ സാഹചര്യത്തിലാണ് UDF കൊണ്ടുവരുന്ന നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യം അംഗീകരിച്ചാലേ മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനെ പിന്തുണച്ച ഈ രണ്ടുപേരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാനാകുമെന്ന പ്രതിസന്ധിക്ക് ഇതിലൂടെ പരിഹാര വഴി കണ്ടെത്തി. പാർട്ടി സർക്കാർ ഏകോപനമില്ലെന്ന സ്വന്തം പാളയത്തിലെ വിമർശനങ്ങൾക്കുള്ള മറുപടിയും പ്രതിപക്ഷത്തിന്റെ തലയിൽ തന്നെ ചാരിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ദൈനംദിന ഫയലുകൾ പോലും മുഖ്യമന്ത്രി അറിയാതെ AKG സെന്ററിൽ കൊണ്ടുപോയതുപോലെ തങ്ങൾ KPCC ഓഫീസിലേക്ക് ഫയൽ കടത്തുന്നില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. നയപരമായ കാര്യങ്ങൾ മാത്രം പാർട്ടിയിൽ ആലോചിക്കുമെന്ന് പറഞ്ഞതിലൂടെ ഭരണത്തിന്റെ നിയന്ത്രണം തന്നിൽ തന്നെയായിരിക്കുമെന്ന നയവും അദ്ദേഹം പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ തന്നെ എക്സൈസ് മന്ത്രി പോലും അറിയാതെ മദ്യനികുതിയിൽ തീരുമാനം പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്ത് മന്ത്രിസഭ, എന്ത് മുന്നണി? PM ശ്രീ പദ്ധതി, ധാതുമണൽ ഖനനം എന്നിവയിലും നയം വ്യക്തമാക്കി. റദ്ദാക്കാനാകാത്ത കരാർ മുൻ സർക്കാർ ഒപ്പിട്ടതിനാൽ അതിൽ നിന്ന് പിൻവാങ്ങാനാകില്ലെന്നാണ് PM ശ്രീയിൽ തുടരുന്നതിന്റെ ന്യായമായി പറയുന്നത്. ധാതുമണൽ ഖനനത്തിൽ സ്വകാര്യ പങ്കാളിത്തമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ മേഖലയിലെ പുതിയ കേന്ദ്ര നയത്തിന്റെ ബിസിനസ് സാധ്യത കണ്ടാണ് ചുവടുവെപ്പെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ധാതുമണൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാകാൻ കേന്ദ്രം തയ്യാറെടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വരുമാന വർധനയ്ക്കുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടതെന്ന പ്രായോഗിക ബുദ്ധിയാകാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത്.
പക്ഷെ അതെല്ലാം ജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരേണ്ടേ? ബാറുകളുടെ എണ്ണം 28-ൽ നിന്നും 900-ലധികം ആക്കിയവർ ഞങ്ങളെ ഉപദേശിക്കേണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. LDF നയങ്ങളാണ് സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് കാരണമെന്ന വാദത്തിന് മറുപടിയുമായി MP രാജേഷ് രംഗത്ത് വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ മദ്യം നിരോധിച്ചു എന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കഥയാണെന്നും മദ്യം നിരോധിച്ച് ബിയർ വിളമ്പുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. ബാർകോഴയും സുധീരനുമായുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് ആ സർക്കാരിനെ എത്തിച്ചതെന്ന് വ്യക്തം. അതായത് ബാർ ലൈസൻസ് മാത്രമേ ബാറുകൾക്കെന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മദ്യവിൽപ്പന മറ്റൊരു രീതിയിൽ തുടർന്നു. ജൂലൈയിലാണ് മദ്യനയം സംബന്ധിച്ച ചർച്ച എക്സൈസ് വകുപ്പ് തുടങ്ങുക. നിലവിലെ നയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച പ്രാഥമിക പരിശോധന പോലും വകുപ്പ് ആരംഭിച്ചിട്ടില്ല. കരട് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത ശേഷം പാർട്ടി മുന്നണി ആശയവിനിമയം നടക്കും. അടുത്ത UDF യോഗം മദ്യനയം സംബന്ധിച്ച മുന്നണിയുടെ നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനായി ഉപസമിതിയെ നിയോഗിച്ചേക്കാം. എന്തായാലും കോൺഗ്രസിനോടും UDFനോടും മുഖ്യമന്ത്രി സതീശനോടും പറയാനുള്ളത് ഒന്നു മാത്രമാണ്: ഔചിത്യം നിലനിർത്തിക്കൊണ്ടാവണം ജനാധിപത്യ സർക്കാർ മുന്നോട്ടു പോകേണ്ടത്. സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേക്കുന്ന തീരുമാനം ഉണ്ടാകരുത്. ഒരു മാതൃക സർക്കാരായി പ്രവർത്തിക്കണം. ഓരോ തീരുമാനവും സുതാര്യത നിലനിർത്തി നേരെ ചൊവ്വെ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ഒരു കാരണവശാലും പിൻവാതിൽ നടപടികൾ ഇല്ലാതെ മുന്നോട്ടു പോകണം. കേരളത്തെ വിദേശ മദ്യ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം കാണിക്കണം.